ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ്കോർ അക്കാദമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ക്ലാസ് 10th ബയോളജിയിലെ 5ാം പാഠമായിട്ടുള്ള പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക്, അതായത് പാർട്ട് 4ലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഈ ഒരു പാർട്ട് കൂടി ആ ചാപ്റ്റർ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് രോഗങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു. എന്താണ് ആർജിത രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ചായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചികിത്സയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ചികിത്സയെക്കുറിച്ചുള്ളൊരു കുറച്ച് ഭാഗങ്ങളാണ്. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ആയുർവേദം ഞാൻ ജസ്റ്റ് വായിച്ചു വിടാം. ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക പ്രശസ്തമായ ചികിത്സാ രീതിയാണ് ആയുർവേദം. എന്താണ് ഇന്ത്യയിൽ ഉദയം ചെയ്തിട്ടുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ചികിത്സാ രീതി ഏതാണ്? ആയുർവേദമാണ്. ആഹാരക്രമം, ഹെർബൽ മരുന്നുകൾ, വ്യായാമ രീതികൾ എന്നിവ ഉപയോഗിച്ചിട്ട് ശരീരത്തിലെ വ്യവസ്ഥകളുടെ സന്തുലനം ഇതിൽ ലക്ഷ്യമാക്കുന്നു. അതായത് ഇന്ത്യയിൽ ഉദയം ചെയ്തിട്ടുള്ള ലോകപ്രശസ്തമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം. അപ്പോൾ നമ്മുടെ ആഹാരക്രമത്തിലൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ട് ആഹാരക്രമത്തിലൂടെ അല്ലെങ്കിൽ ഹെർബൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ട്, പച്ചമരുന്നുകൾ ഉപയോഗിച്ചിട്ട്, പിന്നെ വ്യായാമ രീതികൾ, എക്സസൈസൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ വ്യവസ്ഥകളുടെ സന്തുലനാണ് ഇതിൽ ലക്ഷ്യമാക്കുന്നത്. ആയുർവേദത്തിൽ സസ്യജന്തുജന്യമായ വസ്തുക്കൾ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ സസ്യജന്തുജന്യമായിട്ടുള്ള വസ്തുക്കൾ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചരകനാണ് ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. ചരകൻ ആരാണ് ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ്? ചരകൻ ആരാണ്? ചരകനാണ് ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ്. ഒരു മാർക്കിനായിട്ട് ചോദിക്കാനാണെങ്കിൽ ആയുർവേദ ചികിത്സാ രീതിയുടെ പിതാവ് ചരകനാണ്. പിന്നെയോ ഇന്ത്യയിൽ ഉദയം ചെയ്ത ലോക പ്രശസ്തമായ ചികിത്സാ രീതി ആയുർവേദമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. നമുക്കറിയാം നമുക്കല്ല മധുരമുള്ള ഗുളിക കിട്ടുന്ന ഹോമിയോപ്പതി. ജർമ്മൻ ഡോക്ടറായിരുന്ന സാമുവൽ ഹനിമാൻ മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ആരാണ് ഹോമിയോപ്പതി മുന്നോട്ട് വെച്ച ഹോമിയോപ്പതി ആരാണ് കൊണ്ടുവന്നത്? സാമുവൽ ഹനിമാൻ എന്നുള്ളൊരു ജർമ്മൻ ഡോക്ടറായിരുന്നു. അതായത് ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതി ദ്രവ്യങ്ങളുടെ നേർപ്പിച്ച മാത്രകൾ ഉപയോഗിച്ച് രോഗത്തെ പ്രതിരോധിക്കുന്ന ചികിത്സാ രീതി. അതായത് ആരോഗ്യമുള്ള ഒരാളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന പ്രകൃതി ദ്രവ്യങ്ങളുടെ നേർപ്പിച്ച മാത്രകൾ ഉപയോഗിച്ചിട്ട് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പിതാവ് ചരകനാണെന്ന് ഓർമ്മിച്ച് വെക്കണം. പിന്നെ ഈ ഒരു ഹോമിയോപ്പതി മുന്നോട്ട് വെച്ച ജർമ്മൻ ഡോക്ടറല്ല, സാമുവൽ ഹനിമാനാണ്. ഇതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ആധുനിക വൈദ്യശാസ്ത്രം. ഇതെന്തായാലും ഓർത്ത് വെക്കണം. എന്താണ് ആധുനിക വൈദ്യശാസ്ത്രം? ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗ്രീക്ക് ശാസ്ത്രജ്ഞനായ ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. ആരാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത്? ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞൻ. ഇത് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഹിപ്പോക്രാറ്റസിന് ഓർത്തു നോക്കുക. രോഗങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെ തിരുത്തിയിട്ട് രോഗകാരികളെയും രോഗനിർണയം, മരുന്നുകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിയാണ്. ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ട് അന്ധവിശ്വാസങ്ങളൊക്കെ തിരുത്തിയിട്ട് ആ ഒരു രോഗം പരത്തുന്ന രോഗകാരികൾ ഏതൊക്കെയാണ്, ഒരു രോഗത്തെ ആദ്യം തന്നെ ഒരു രോഗത്തെ നിർണയിച്ച് രോഗകാരികളൊക്കെ കണ്ടെത്തി മരുന്നിനൊക്കെ ഒരു പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിയായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രം. ആരായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത്? ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഹിപ്പോക്രാറ്റസ് ആയിരുന്നു. പിന്നെ ആയുർവേദത്തിന്റെ പിതാവ് ആരാണ്? ചരകനാണ്. ഹോമിയോപ്പതി മുന്നോട്ട് വെച്ചത് സാമുവൽ ഹനിമാനായിരുന്നു. ഓർത്തു വെക്കുക. ഇനി ഈ ഒരു ഇതിൽ നോക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പിന്തുടരുന്ന രീതികളാണ്. അതായത് രോഗനിർണയത്തിലും ചികിത്സാ രീതിയിലും ആധുനിക വൈദ്യശാസ്ത്രം പിന്തുടരുന്ന രീതികളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ആധുനിക വൈദ്യശാസ്ത്രം എന്താണ്? രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ തിരുത്തിയിട്ട് രോഗകാരികളും രോഗനിർണയം, മരുന്ന് ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്ന ചികിത്സാ രീതിയായിരുന്നു. അപ്പോൾ ഈ ആധുനിക വൈദ്യശാസ്ത്രം പിന്തുടരുന്ന രീതി ഏതിലൊക്കെ? രോഗനിർണയത്തിലും ചികിത്സയിലും ആധുനിക വൈദ്യശാസ്ത്രം പിന്തുടരുന്ന രീതിയാണ് നോക്കുന്നത്. ഫസ്റ്റ് രോഗനിർണയത്തിൽ രോഗലക്ഷണങ്ങളെ വിലയിരുത്തൽ. എന്താണ്? രോഗലക്ഷണങ്ങളെ വിലയിരുത്തും. എങ്ങനെയാണ് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാൽ രോഗം നിർണ്ണയിക്കുന്നത്? ആദ്യം നമ്മുടെ രോഗലക്ഷണങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്കുള്ള പനി, തലവേദന അങ്ങനത്തെ ലക്ഷണങ്ങൾ പറയും. പിന്നെ ലാബ് പരിശോധന. അപ്പോൾ അവർ നമ്മളോട് പറയലില്ലേ നമ്മുടെ മൂത്രം ടെസ്റ്റ് ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ. അങ്ങനെ ലാബ് പരിശോധന. പിന്നെ ശരീര പരിശോധന. ഓക്കെ, പിന്നെയുള്ളത് ചികിത്സ.
അടുത്തത് ചികിത്സയാണ്. ചികിത്സ ഔഷധം, മരുന്ന് തരും, എന്നിട്ട് മാറ്റില്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യും. നമ്മളുടെ എന്തെങ്കിലും ഓപ്പറേഷൻസോ ശസ്ത്രക്രിയ ചെയ്യും. എന്നിട്ട് മാറ്റില്ലെങ്കിൽ അവയവം മാറ്റിവെക്കലില്ലേ നമുക്കറിയാം. എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇപ്പോൾ ഒരു കിഡ്നിക്ക് തകരാറുള്ളതാണെങ്കിൽ കിഡ്നി മാറ്റിവെക്കുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, കിഡ്നി മാറ്റിവെക്കുന്നതൊക്കെ. പിന്നെ എന്താണ് വികിരണ ചികിത്സ, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. നമ്മൾ പറഞ്ഞു ക്യാൻസറിൽ വികിരണ ചികിത്സ. അതാണ് ആ ഒരു എന്താണ് ആധുനിക വൈദ്യശാസ്ത്രം രോഗനിർണയത്തിലും ചികിത്സയിലും പിന്തുടരുന്ന രീതികളിൽ നിന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. രോഗനിർണയത്തിൽ രോഗലക്ഷണം വിലയിരുത്തിയിട്ട് ലാബ് പരിശോധന, ശരീര പരിശോധന നടത്തുന്നു. ചികിത്സയിൽ ഔഷധമുണ്ട്, പിന്നെ ശസ്ത്രക്രിയ ചെയ്യും, അവയവം മാറ്റിവെക്കും, വികിരണ ചികിത്സ, ഇതൊക്കെയുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് രോഗനിർണയോപകരണങ്ങളാണ്. നമുക്കറിയാം രോഗനിർണയത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രോഗനിർണയോപകരണങ്ങളുണ്ട്. ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്റ്റെതസ്കോപ്പ്. നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടറുടെ കഴുത്തിൽ, ചെവിയിൽ ഇങ്ങനെ കുത്തിയിട്ട് കഴുത്തിലുണ്ടാകുന്ന ആ ഒരു സ്റ്റെതസ്കോപ്പ്. അതെന്തിനാണ്? ആന്തരിക ശരീര ശബ്ദങ്ങൾ കേൾക്കാനാണ്. ആന്തരിക ശരീര ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മളെ നെഞ്ചിൽ പുറത്തൊക്കെ വെച്ച് നോക്കല്ലേ, അത് ആന്തരിക ശരീര ശബ്ദങ്ങൾ കേൾക്കാൻ, നമ്മുടെ ഹൃദയ ശബ്ദം, ശ്വാസകോശ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഫിഗ്മോ മാനോമീറ്റർ. എന്താണ്? സ്ഫിഗ്മോ മാനോമീറ്റർ ഉണ്ട്. സ്ഫിഗ്മോ മാനോമീറ്റർ അതെന്തിനാണ്? രക്തസമ്മർദ്ദം അളക്കാൻ. എന്തിനാണ്? രക്തസമ്മർദ്ദം അളക്കാൻ, നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആണ്. എന്താണ്? ഡിജിറ്റൽ BP അപ്പാരറ്റസ്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് സ്റ്റെതസ്കോപ്പും സ്ഫിഗ്മോ മാനോമീറ്ററും. ഈ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ പൾസ് ഓക്സിമീറ്റർ ഉണ്ട്. പൾസ് ഓക്സിമീറ്റർ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഓക്സിജൻ്റെ ഒരു ഇതില്ലേ. പൾസ് ഓക്സിമീറ്റർ എന്തിനാ? രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ തെർമോമീറ്റർ ആണ്. തെർമോമീറ്റർ എല്ലാവർക്കും അറിയുന്നതാണ്. ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട്, ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ എൻഡോസ്കോപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യമൊക്കെ. എൻഡോസ്കോപ്പ് എന്താണ്? ശരീരത്തിൻ്റെ അകത്തെ ഭാഗങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി ഒരു ബൾബ് പോലെയുള്ള സാധനം നമ്മുടെ ശരീരത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പ് എന്നുള്ളൊരു ഉപകരണം ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കറിയാം US സ്കാനർ, CT സ്കാനർ, MRI സ്കാനർ, അതൊക്കെ. അതിനാ നമ്മളിപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊട്ടിയാൽ നമ്മൾ വേഗം എന്ത് ചെയ്യും? ഇത് ചെയ്യും അല്ലേ, സ്കാനിങ് ചെയ്യും, CT സ്കാനൊക്കെ ചെയ്യും. അതെന്തിനാണ്? അസ്ഥികളുടെയും അവയവങ്ങളുടെയും വേഗത്തിലുള്ളതും വിശദമായിട്ടുള്ള ചിത്രം ലഭിക്കാനാണ്. നമ്മുടെ കൈയിൻ്റെ എല്ലോ എവിടെയെങ്കിലും പൊട്ടീനോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ അസ്ഥിയുടെയും അവയവത്തിൻ്റെയും വേഗത്തിൽ പെട്ടെന്നുള്ളതും. നമുക്കറിയാം നമ്മളൊരു എക്സ്റേ ഒക്കെ എടുക്കാൻ പോയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു നമ്മുടെ എക്സ്റേ കിട്ടില്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, ആ ഒരു ബോണിൻ്റെയൊക്കെ ചതവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു വിശദമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കും. ഇതിൽ സ്റ്റെതസ്കോപ്പ്, സ്ഫിഗ്മോ മാനോമീറ്റർ, തെർമോമീറ്റർ, എൻഡോസ്കോപ്പ്, US സ്കാൻ, ഇത് 5 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കുക. ബാക്കി രണ്ടൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. സുഖമാണ്. സ്റ്റെതസ്കോപ്പും തെർമോമീറ്ററൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് US സ്കാനറും CT സ്കാനറും MRI സ്കാനറും നമുക്കറിയാം. എന്താണ്? അസ്ഥികളുടെയും അവയവങ്ങളുടെയും വേഗത്തിലുള്ളതും വിശദമായ ചിത്രം ലഭിക്കാൻ. ഇത് വേണമെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കണം. ഇതിൽ ഉപയോഗം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി ചേർക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഔഷധങ്ങളാണ്. എന്താണ്? ഔഷധങ്ങൾ, മെഡിസിൻസ്, മരുന്നുകൾ, ഔഷധങ്ങൾ. അപ്പോൾ ഈ ഔഷധങ്ങൾ സസ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ജന്തുക്കളിൽ നിന്നോ സൂക്ഷ്മജീവികളിൽ നിന്നോ ഉണ്ടാക്കുന്നവയോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നവയോ ആവാം. അതായത് ഈ മരുന്നുകൾ സസ്യങ്ങളിൽ നിന്ന്, നമ്മുടെ ചെടികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ജന്തുക്കളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ സൂക്ഷ്മജീവികളിൽ നിന്നോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാവാം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഔഷധമാണ് ആൻറ്റിബയോട്ടിക്കുകൾ. നേരത്തെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ആൻറ്റിബയോട്ടിക്കുകൾ. അപ്പം ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആൻറ്റിബയോട്ടിക്കുകൾ. എന്താണ് ആൻറ്റിബയോട്ടിക് നോക്കാം. സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ. എന്താണ്? സൂക്ഷ്മജീവികളില്ലേ, സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ, അങ്ങനത്തെ നമ്മൾ പറഞ്ഞല്ലോ സൂക്ഷ്മജീവികളെ കുറിച്ച്, ഫംഗസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതോ ആയതും പിന്നെയോ ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നതും. എന്താണ്? സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്താണ് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതോ ആയതും പിന്നെയോ ബാക്ടീരിയകൾക്കെതിരെ, ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ? സൂക്ഷ്മജീവികളിൽ നിന്നുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതോ ആയതും പിന്നെയോ ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് എന്ത്? ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ
ഇവ ബാക്ടീരിയ രോഗങ്ങൾക്കെതിരായി ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളാണെങ്കിലും ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഔഷധം ഏതാണ്? ആൻറ്റിബയോട്ടിക്കുകളാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണെങ്കിലും അവയുടെ അശാസ്ത്രീയവും അമിതവുമായ ഉപയോഗം പല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നു. ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ശാസ്ത്രീയമല്ലാത്ത അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗമൊക്കെ പല പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അവയിൽ ചില സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ചോദിച്ചാൽ ഇത് എഴുതണം. അതിൽ കുറച്ച് പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത്. ദഹന വ്യവസ്ഥയ്ക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? നമ്മുടെ ദഹന വ്യവസ്ഥയുണ്ടാകുന്നതാണ് പ്രശ്നങ്ങൾ. നമുക്ക് നമ്മുടെ ദഹനത്തിൽ പ്രശ്നമുണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരിയായ ദഹനം നടക്കില്ല. വയറിളക്കം, ഛർദി, വയറുവേദനയൊക്കെ ഉണ്ടാവാം. പിന്നെ നമുക്ക് അലർജി ഉണ്ടാവാം. കരൾ, വൃക്ക തകരാറുണ്ടാവാം. കുടലിലെ ബാക്ടീരിയകളുടെ നാശം, കുടലിലുള്ള ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാവില്ലേ, കുടലിൽ എന്തുണ്ടാവും? ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ആ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ കുടലിലെ ഉപകാരികളായാന്ന് എഴുതണം കേട്ടോ. കുടലിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ നഷ്ടമാണ് ഞാനിവിടെ എഴുതി ചേർക്കാൻ വിട്ടുപോയതാണ്. കുടലിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ നാശം. പിന്നെയോ ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധവും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അമിതമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധം അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ കുടലിലെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയ നഷ്ടം ഉണ്ടാകും. കരൾ, വൃക്ക തകരാറുണ്ടാകും. അലർജി ഉണ്ടാകും. ദഹന വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് വയറിളക്കം, ഛർദി, വയറുവേദനയൊക്കെ ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അടുത്ത് പറയാവുന്ന ഒരു ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ്? വൈറസുകൾക്കെതിരായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ആൻറ്റിവൈറൽ മരുന്ന്. എന്താണ്? വൈറസുകൾക്കെതിരായിട്ട് ആൻറ്റിവൈറൽ മരുന്നും ഫംഗസുകൾക്കെതിരായിട്ട് ആൻറ്റി ഫംഗൽ മരുന്നും. നമ്മൾ പറഞ്ഞു ബാക്ടീരിയക്കെതിരെ ആൻറ്റിബയോട്ടിക്കാണ്, വൈറസുകൾക്കെതിരെ ആൻറ്റിവൈറൽ മരുന്നാണ്, ഫംഗസുകൾക്കെതിരെ എന്താണ്? ആൻറ്റി ഫംഗൽ മരുന്നാണ്, പ്രോട്ടോസോവക്കെതിരെ ആൻറ്റി പ്രോട്ടോസോവൽ മരുന്നും, വിരകൾക്കെതിരെ ആൻറ്റിവിരകളല്ല ആൻറ്റി ഹെൽമിന്ത് മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. വൈറസുകൾക്കെതിരെ ആൻറ്റിവൈറൽ, ഫംഗസുകൾക്കെതിരെ ആൻറ്റി ഫംഗൽ, പ്രോട്ടോസോവയ്ക്കെതിരെ ആൻറ്റി പ്രോട്ടോസോവൽ, വിരകൾക്കെതിരെ ആൻറ്റി ഹെൽമിന്ത്. അത് ഓർത്ത് വെക്കണം. ഇനി എല്ലാം അതിൻ്റെ പേരുമായിട്ട് ആൻറ്റി വിരകൾ എന്നൊന്നും എഴുതി വെക്കേണ്ട. ആൻറ്റി ഹെൽമിന്ത് മരുന്നാണ്. പനി കുറക്കാനായിട്ട് ആൻറ്റി പൈററ്റിക് മരുന്നാണ്. നമ്മൾ എന്താണ്? ബാക്ടീരിയക്കെതിരെ ആൻറ്റിബയോട്ടിക്, വൈറസിനെതിരെ ആൻറ്റിവൈറൽ, ഫംഗസിനെതിരെ ആൻറ്റി ഫംഗൽ, വിരകൾക്കെതിരെ ആൻറ്റി ഹെൽമിന്ത്, പ്രോട്ടോസോവകൾക്കെതിരെ ആൻറ്റി പ്രോട്ടോസോവൽ, പനി കുറക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി പൈററ്റിക് മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ. അടുത്തത് ഒരു രക്തദാനം, മഹാദാനം. നമുക്കറിയാം അല്ലേ? പെട്ടെന്ന് ഒരാൾക്ക് രക്തം ആവശ്യമുള്ളപ്പം രക്തം കൊടുത്താൽ അതിലൂടെ നമുക്കൊരു ജീവൻ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ രക്തം കൊടുക്കുന്നവർ, അതായത് രക്തദാതാക്കൾക്കുള്ള മാർഗനിർദ്ദേശമാണ്. രക്തം നൽകുന്നവർക്ക്, രക്തം കൊടുക്കുന്നവരില്ലേ, ആ രക്തം കൊടുക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശമാണ്. എന്തൊക്കെയാണ്? 18നും 60നും മധ്യേ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. എന്താണ്? 18 വയസ്സിനും 60 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക്, അതായത് 18 വയസ്സിന് മുകളിലും 60 വയസ്സിന് താഴെയുമുള്ളവർക്ക് എന്ത് ചെയ്യാം? രക്തദാനം ചെയ്യാം. ചുരുങ്ങിയത് 50 കിലോ ഭാരം ഉണ്ടായിരിക്കണം. ഇത്രയാണ് ചുരുങ്ങിയത് 50 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കണം. പിന്നെയോ ആസ്മ, അപസ്മാരം, ഹൃദ്രോഗം, കിഡ്നി രോഗം, ക്യാൻസർ അങ്ങനെ തുടങ്ങിയ രോഗങ്ങളുള്ളവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? രക്തദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന് എന്താണ്? 12.5 ഗ്രാമിന് മുകളിലായിരിക്കണം. എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന് 12.5 ഗ്രാമിന് മുകളിൽ ആയിരിക്കണം. പിന്നെയോ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും പ്രസവശേഷം 1 വർഷത്തേക്കും രക്തദാനം പാടില്ല. സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ സമയത്ത് എന്താണ്? ആ ഒരു ആർത്തവ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? രക്തദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. മുലയൂട്ടുന്ന അമ്മമാർ ചെയ്യാൻ പാടില്ല. പിന്നെയോ പ്രസവത്തിന് ശേഷം 1 വർഷത്തേക്കും രക്തദാനം പാടില്ല.
ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തിൽ ഒരിക്കലും, എന്താണ്, ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മാസത്തിൽ ഒരിക്കലും, സ്ത്രീക്ക് 4 മാസത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാം, രക്തദാനം ചെയ്യാം. അപ്പോൾ ഇത് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. രക്തദാതാക്കൾക്കുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. എന്താണ്, 18-നും 60-നും മധ്യപ്രായമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ചുരുങ്ങിയത് 50 കിലോ ഭാരം. അപ്പോൾ എന്താണ്, രോഗങ്ങളുള്ളവർ, ആസ്മ, അപസ്മാരം അങ്ങനെ രോഗങ്ങളുള്ളവർ നൽകാൻ പാടില്ല. പിന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് അത് ഓർത്ത് വെക്കുക. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും മുലയൂട്ടുന്ന സമയത്തും പ്രസവശേഷം 1 വർഷത്തേക്ക് രക്തദാനം പാടില്ല. പിന്നെ ആരോഗ്യമുള്ളൊരു പുരുഷന് 3 മാസത്തിലൊരിക്കലും, സ്ത്രീക്ക് 4 മാസത്തിലൊരിക്കലും രക്തദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് നോക്കുന്നത് രക്തനിവേശനമാണ്. എന്താ ഈ രക്തനിവേശനം? ഒരു വ്യക്തിയിൽ നിന്നുള്ള രക്തം അല്ലെങ്കിൽ രക്തത്തിലെ എന്തെങ്കിലും ഒരു ഘടകങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് രക്തനിവേശനം. എന്താണ് രക്തനിവേശനം? ഒരു വ്യക്തിയിൽ നിന്ന് രക്തം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രക്തഘടകങ്ങൾ മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ. അതായത് ഞാനിപ്പം ഒരാൾക്ക് രക്തം കൊടുക്കുന്നു, ആ ഒരു പ്രക്രിയയാണ് രക്തനിവേശനം. അപ്പോൾ രക്തം നൽകുന്ന വ്യക്തിയെ രക്തദാതാവ്, ഞാനാണിപ്പോൾ രക്തം നൽകുന്നതെങ്കിൽ എന്നെ എന്ത് പറയും? രക്തദാതാവ് എന്നും, നിങ്ങളാണ് രക്തം സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളെ രക്തസ്വീകർത്താവ് എന്നും വിളിക്കുന്നു. രക്തം നൽകുന്ന വ്യക്തിയെ രക്തദാതാവ് എന്നും രക്തം സ്വീകരിക്കുന്ന വ്യക്തിയെ രക്തസ്വീകർത്താവ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നോക്കുന്നത്. അതായത് ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന AB എന്ന ആൻറ്റിജനുകളാണ് രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനം. അതായത് റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന രക്തകോശങ്ങൾ, അതിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന AB എന്നീ ആൻറ്റിജനുകളുണ്ട്. അതാണ് രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനമായിട്ട് വരുന്നത്. രക്തത്തിലുള്ള ആൻറ്റിജൻ ഏതാണോ അതാണ് ആ വ്യക്തിയുടെ രക്തഗ്രൂപ്പ്. അതായത് രക്തത്തിലുള്ള ആൻറ്റിജൻ, നമ്മുടെ രക്തത്തിലുള്ള ആൻറ്റിജൻ ഏതാണോ അതാണ് ആ വ്യക്തിയുടെ രക്തഗ്രൂപ്പ്. ഒരാളുടെ രക്തത്തിൽ A ആൻറ്റിജൻ ആണെങ്കിൽ അയാളുടെ രക്തഗ്രൂപ്പ് ഏതാണ്? A ആണ്. ഓക്കെ, അപ്പോൾ രക്തപ്ലാസ്മയിലുള്ള ആൻറ്റിബോഡി, നമ്മുടെ രക്തപ്ലാസ്മയിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡി ഇല്ലേ, അതിനും ഏതിൽ പ്രാധാന്യമുണ്ട്? രക്തനിവേശനത്തിൽ, രക്തദാനം ചെയ്യുന്നതിൽ ആർക്കും പങ്കുണ്ട്? നമ്മുടെ രക്തപ്ലാസ്മയിലുള്ള ആൻറ്റിബോഡിക്കും പങ്കുണ്ട്. ചില വ്യക്തികളിൽ AB എന്നീ ആൻറ്റിജനുകൾ കൂടാതെ D ആൻറ്റിജനും കാണപ്പെടാറുണ്ട്. നമ്മൾ ചില വ്യക്തികളിൽ എന്തുണ്ട്? Aയും Bയും എന്ന ആൻറ്റിജൻ കൂടാതെ Dയും കൂടിയുണ്ട്. D ആൻറ്റിജൻ ഉണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആവും. നമ്മൾ കേൾക്കുന്നില്ലേ A പോസിറ്റീവ്? അതിന് കാരണം എന്താ? ഒരാളുടെ രക്തത്തിൽ A ആൻറ്റിജനും അതോടൊപ്പം തന്നെ D ആൻറ്റിജനും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആവുന്നത്. ഇനി നമ്മൾ A നെഗറ്റീവ് എന്ന് കേൾക്കുന്നുണ്ട്. അയാളുടെ ശരീരത്തിൽ A ആൻറ്റിജൻ മാത്രമേ ഉള്ളൂ, D ആൻറ്റിജൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? D ആൻറ്റിജൻ ഇല്ലെങ്കിൽ നെഗറ്റീവുമാണ്. D ആൻറ്റിജൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് കുരങ്ങിലാണ്. D ആൻറ്റിജൻ ആദ്യമായിട്ട് ഏതിലാണ് കണ്ടെത്തിയത്? റീസസ് കുരങ്ങിലാണ്. കുരങ്ങിൽ നിന്നായതിനാൽ ഇതിനെ റീസസ് ഘടകം, RH ഘടകം എന്ന് വിളിക്കുന്നു. ഈ D ആൻറ്റിജനെ എന്താ വിളിക്കുന്നുണ്ട്? RH ഘടകം. എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഈ D ആൻറ്റിജൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് കുരങ്ങുകളിൽ നിന്നായതിനാൽ ഈ D ആൻറ്റിജനെ നമ്മൾ എന്ത് പറയുന്നു? റീസസ് ഘടകം, RH ഘടകം എന്ന് വിളിക്കുന്നു. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണം. ആ D ആൻറ്റിജൻ ആ ഒരു റീസസ് കുരങ്ങിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് കുരങ്ങിൽ നിന്നായതിനാൽ റീസസ് ഘടകം, RH ഘടകം എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് റീസസ് ഘടകം എന്ന് വെച്ചാൽ D ആൻറ്റിജൻ ആണ് RH ഘടകം അല്ലെങ്കിൽ റീസസ് ഘടകം എന്ന് പറയുന്നത്. അടുത്തത്, സ്വീകർത്താവിൻ്റെ രക്തത്തിൽ സ്വാഭാവികമായി ഇല്ലാത്ത ആൻറ്റിജൻ ദാതാവിൻ്റെ രക്തം വഴി എത്തിയാൽ അതിനെതിരെ സ്വീകർത്താവിൻ്റെ പ്ലാസ്മയിലെ ആൻറ്റിബോഡികൾ പ്രവർത്തിച്ച് രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതായത് സ്വീകർത്താവിൻ്റെ രക്തത്തിൽ സ്വാഭാവികമായിട്ടില്ലാത്ത ആൻറ്റിജൻ, അതായത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലേ വേണ്ട, ഒരു A പോസിറ്റീവ് ബ്ലഡുകാരൻ എന്ത് ചെയ്യുന്നു? B പോസിറ്റീവുകാരന് ബ്ലഡ് കൊടുക്കുന്നു. അപ്പം A പോസിറ്റീവ് ഈ ഒരു രക്തം കൊടുക്കുന്ന ആളുടെ ശരീരത്തിൽ A ആൻറ്റിജനാണ് ഉണ്ടാവുക, എന്നാൽ രക്തം സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ B ആൻറ്റിജനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വീകർത്താവിൻ്റെ രക്തത്തിൽ ആ ഒരു രക്തം സ്വീകരിക്കുന്ന ആളുടെ രക്തത്തിൽ സ്വാഭാവികമായിട്ടില്ലാത്ത ആൻറ്റിജന് എന്ത് ചെയ്യുന്നു? രക്തം കൊടുക്കുന്ന ആളുടെ രക്തം വഴി എത്തിയാൽ, ഇപ്പം ഞാൻ ഒരാൾക്ക് B പോസിറ്റീവ് ബ്ലഡുകാരന് A പോസിറ്റീവ് ബ്ലഡ് കൊടുക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഇല്ലാത്ത ഒരു ആൻറ്റിജൻ, അതായത് A ആൻറ്റിജൻ അയാളുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്തിയാൽ അതിനെതിരെ ആ ഒരു സ്വീകർത്താവിൻ്റെ പ്ലാസ്മയിൽ നമ്മൾ പറഞ്ഞു B പോസിറ്റീവ് ബ്ലഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആൻറ്റിജൻ ഏതായിരിക്കും? അവിടെ ഉണ്ടാകുന്ന ആൻറ്റിബോഡി,
അതായത് ഒരു ബി പോസിറ്റീവ് ബ്ലഡിൽ അവിടെ ഉണ്ടാകുന്ന ആൻറ്റിജൻ ബി ആയിരിക്കും, പക്ഷെ അവിടെ ഉണ്ടാകുന്ന ആൻറ്റിബോഡി എ ആയിരിക്കും. അപ്പോൾ ആ ഒരു ആൻറ്റിബോഡി എന്ത് ചെയ്യും, പ്രവർത്തിച്ചിട്ട് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ, ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രക്തനിവേശനത്തിൽ രക്തഗ്രൂപ്പുകൾ നിർബന്ധമായിട്ടും പരിഗണിക്കണം. നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. എ പോസിറ്റീവ് ഉള്ള ആൾക്ക് ബി പോസിറ്റീവിൻ്റെ രക്തം നമ്മൾ കൊടുത്താൽ അയാളുടെ ആ ബി പോസിറ്റീവുകാരൻ്റെ ശരീരത്തിലുള്ള ആൻറ്റിബോഡി എന്ത് ചെയ്യും, ആൻറ്റിബോഡികൾ പ്രവർത്തിച്ചിട്ട് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഓക്കെ, ഈ പിക്ചർ നോക്കി നിങ്ങൾക്ക് ആൻറ്റിജനും ആൻറ്റിബോഡിയും മനസ്സിലാകും. ഒരാളുടെ രക്തഗ്രൂപ്പ് എ ആണെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള ആൻറ്റിജൻ എ തന്നെയായിരിക്കും, പക്ഷെ ആൻറ്റിബോഡി നേരെ ഓപ്പോസിറ്റ് ബി ആയിരിക്കും. ആൻറ്റിബോഡി എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ ബി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആൻറ്റിജൻ ക്യാപിറ്റലിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രക്തഗ്രൂപ്പ് ബി ആണെങ്കിൽ അയാളുടെ ശരീരത്തിലുള്ള ആൻറ്റിജൻ ബി തന്നെ ആയിരിക്കും, പക്ഷെ ആൻറ്റിബോഡി നേരെ ഓപ്പോസിറ്റ് എ ആയിരിക്കും. ഇനി ഒരാളുടെ ശരീരത്തിൽ രക്തഗ്രൂപ്പ് എ ബി ആണെങ്കിൽ ആൻറ്റിജൻ എയും ബിയും ഉണ്ടാകും, പക്ഷെ അയാളുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവുകയില്ല. എന്നാൽ ഒരാളുടെ രക്തഗ്രൂപ്പ് ഒ ആണെങ്കിൽ അയാളുടെ ശരീരത്തിൽ എന്തുണ്ടാവില്ല, ആൻറ്റിജൻ ഉണ്ടാവില്ല, പക്ഷെ ആൻറ്റിബോഡി ഉണ്ടാവും. ഇതിൽ എയും ബിയും നിങ്ങൾക്ക് വൃത്തിക്ക് ചിന്തിച്ച് നോക്കാം. എയിലും ബിയിലും ഉണ്ടാകുന്ന ആൻറ്റിജൻ എയും ബിയും തന്നെ, ആൻറ്റിബോഡി നേരെ ഓപ്പോസിറ്റ്, എയിൽ ബിയും ബിയിൽ എയും. ഇനി രക്തഗ്രൂപ്പ് എ ബിയിൽ എന്തുണ്ട്, ആൻറ്റിജൻ എ ബി ആണ്, പക്ഷെ ആൻറ്റിബോഡി ഇല്ല. രക്തഗ്രൂപ്പ് ഓയിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡി എയും ബിയും ആണ്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കും. അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജന്തുരോഗങ്ങളാണ്. എന്താണ് ജന്തുരോഗങ്ങൾ? മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും വിവിധ രോഗങ്ങളുണ്ടാകും. എന്താണ്, മനുഷ്യർക്ക് മാത്രമല്ല ജന്തുക്കൾക്കും എന്തുണ്ടാവും, വിവിധ രോഗങ്ങൾ ഉണ്ടാവും. അതായത് നമ്മുടെ പശു, അങ്ങനെ കന്നുകാലികൾ, അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, പലതരം രോഗങ്ങളും ഉണ്ടാവും. അതിൽ ജന്തുരോഗങ്ങളിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന രോഗം കുളമ്പ് രോഗമാണ്. ഈ കുളമ്പ് രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരി വൈറസാണ്. ബാധിക്കുന്നത് കന്നുകാലികൾ, പശു, എരുമ, അങ്ങനത്തെ കന്നുകാലികളെയാണ് ബാധിക്കുന്നത്. ഇതിനുള്ള പ്രതിരോധം വാക്സിനാണ്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണും എല്ലാ ജന്തുരോഗങ്ങൾക്കുള്ള പ്രതിരോധം വാക്സിനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോളം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കുളമ്പ് രോഗം ആരാണ് പരത്തുന്നത്, അതിൻ്റെ കാരണമായിട്ടുള്ള രോഗകാരി വൈറസാണ്. ആരെയാണ് ബാധിക്കുന്നത്, കന്നുകാലി, ഓർത്താൽ മതി, പശുവിനൊക്കെ. പിന്നെ ആന്ത്രാക്സിൻ്റെ രോഗകാരി ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ഇതും ബാധിക്കുന്നത് കന്നുകാലിയാണ്. പ്രതിരോധം നമ്മൾ പറഞ്ഞു, ഇതിലുള്ള 4 രോഗത്തിനും വാക്സിൻ തന്നെയാണ്. പിന്നെ അകിടുവീക്കത്തിനായിട്ടുള്ള കാരണമായിട്ടുള്ള രോഗകാരി ബാക്ടീരിയ ആണ്. ഇതും കന്നുകാലിയാണ്. ആദ്യം പറഞ്ഞ 3 രോഗങ്ങളും ബാധിക്കുന്നത് കന്നുകാലിയാണ്. കുളമ്പ് രോഗവും ആന്ത്രാക്സും അകിടുവീക്കും. ഇതിനുള്ള പ്രതിരോധം വാക്സിനാണ്. പിന്നെ അടുത്തത് രോഗം കോഴിവസന്ത. എന്താണ് കോഴിവസന്ത? ഈ ഒരു വസന്ത പരത്തുന്നത് ഓർത്ത് വെക്കുക, കോഴി വസന്ത, ആ വാലിനുണ്ട് എന്താണ് രോഗകാരി വൈറസാണ്. ബാധിക്കുന്നത് കോഴിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും, കോഴീനെ എന്തായാലും ബാധിക്കും. പിന്നെ താറാവും, കോഴി വസന്ത. ഓക്കെ, മനസ്സിലായില്ല? ആദ്യത്തെ 3 രോഗം കന്നുകാലിയാണ് ബാധിക്കുന്നത്, കോഴി വസന്ത കോഴീനെയും താറാവിനെയുമാണ്. ഈ 4 രോഗത്തിനുള്ള പ്രതിരോധം വാക്സിനാണ്. കുളമ്പ് രോഗവും കോഴി വസന്തയും വൈറസും ആന്ത്രാക്സും അകിടുവീക്കും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. ഇത് തന്നിട്ട് നിങ്ങളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുക, അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു കോളം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഇത് ഫുള്ള് നിങ്ങൾ ഇവിടെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് സസ്യരോഗങ്ങൾ പഠിക്കാം. ഇപ്പം നമ്മൾ ജന്തുരോഗങ്ങൾ ചർച്ച ചെയ്തു. ജന്തുക്കൾക്കും മനുഷ്യർക്കും മാത്രമേ രോഗങ്ങളുള്ളൂ, സസ്യങ്ങൾക്കും രോഗങ്ങളുണ്ട്. നമുക്ക് സസ്യരോഗങ്ങൾ നോക്കാം. ഫസ്റ്റത്തെ രോഗം വഴുതനയുടെ വാട്ടം. വഴുതനയ്ക്കൊരു വാട്ടം ഉണ്ടാവും. അതിന് കാരണമായിട്ടുള്ള രോഗകാരി ആരാണ്? ബാക്ടീരിയ ആണ്. ആരാണ്? ബാക്ടീരിയ. ഇതിനുള്ള ലക്ഷണം, ഇളം ഇലകൾ പെട്ടെന്ന് വാടിപ്പോവും. എന്ത് ചെയ്യും? ചെറിയ ഇലകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇളം ഇലകൾ എന്ന് പറയുന്നത് തളിർത്ത് വരുന്ന ആ ഒരു ഇളമായിട്ടുള്ള ഇലകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വാടിപ്പോവും. ക്രമേണ എന്ത് ചെയ്യും, ഈ ഒരു വഴുതനേൻ്റെ ഇല മഞ്ഞ നിറമാകും. വളർച്ച മുരടിച്ചിട്ട് ശാഖകൾ കുറയും. വളർച്ച മുരടിക്കും, അതിൻ്റെ വളർച്ച നിൽക്കും, പിന്നെ അത് വളരൂല. അതിൻ്റെ ശാഖകൾ എന്ത് ചെയ്യും, കുറയും. അതിനുള്ള ബ്രാഞ്ചസ് എന്ത് ചെയ്യും, കുറഞ്ഞിട്ട്. അതാണ് വഴുതനയുടെ വാട്ടം. പിന്നെ വഴുതന എന്ത് ചെയ്യും, വാടിപ്പോവും. പിന്നെ നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം. എന്താണ്?
നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം. അതിന് കാരണം ബാക്ടീരിയ ആണ്. എന്താണ്? ആ ഒരു നെല്ലിൻ്റെ ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളിക്കുത്തുകൾ ഉണ്ടാവും. നെല്ലിൻ്റെ ഇലയിൽ വട്ടത്തിലുള്ള മഞ്ഞ പുള്ളിക്കുത്തുകൾ ഉണ്ടാവും. പിന്നെയോ നെന്മണികളിൽ, അതായത് ആ ഒരു നെല്ലിൻ്റെ മണികളില്ലേ, നെന്മണികളിൽ എന്തുണ്ടാവും? പുള്ളിക്കുത്തുകൾ, മഞ്ഞ പുള്ളിക്കുത്തുകൾ ഇലകളിലും ഉണ്ടാകും, നെന്മണികളിലും പുള്ളിക്കുത്തുകൾ ഉണ്ടാവും. വാഴയുടെ കുറുനാമ്പ് രോഗം. എന്താണ്? വാഴയുടെ കുറുനാമ്പ് രോഗം. അത് പരത്തുന്നത് വൈറസാണ്. ആദ്യത്തെ 2 രോഗം ബാക്ടീരിയ, വഴുതനയുടെ വാട്ടും നെല്ലിൻ്റെ ബ്ലൈറ്റ് രോഗം. വാഴയുടെ കുറുനാമ്പ് രോഗം വൈറസ് പരത്തുന്നതാണ്. ഇലകൾ നീളവും വീതിയും കുറഞ്ഞിട്ട് കുറുകി കുത്തനെ ഉയർന്നു നിൽക്കുന്നു. ഇലകൾ നീളവും വീതിയൊക്കെ കുറഞ്ഞിട്ട് കുത്തനെ ഉയർന്നു നിൽക്കും, എന്നിട്ട് വളർച്ച മുരടിക്കുന്നു. അതാണ് വാഴയുടെ കുറുനാമ്പ് രോഗത്തിൻ്റെ ലക്ഷണം. പിന്നെ മരച്ചീനിയിലെ മൊസൈക്ക് രോഗം. അത് പരത്തുന്നത് വൈറസാണ്. ആദ്യത്തെ 2 രോഗം ബാക്ടീരിയ ആണ്. ഇനി നമ്മൾ പറഞ്ഞ ഈ വാഴയുടെ കുറുനാമ്പ് രോഗവും മരച്ചീനിയിലെ മൊസൈക്ക് രോഗവും വൈറസാണ്. എന്താണ്? വൈറസ്. അതെങ്ങനെയാണ്? പ്രാരംഭഘട്ടത്തിൽ ഇലകളിൽ ഇളം മഞ്ഞ നിറമുള്ള പാടുകൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ മരച്ചീനിയിലെ ഇലകളിൽ എന്തുണ്ടാകുന്നു? മഞ്ഞ നിറമുള്ള പാടുകൾ ഉണ്ടാകുന്നു. അത് ക്രമേണ ആ മഞ്ഞ വെള്ളയാവുന്നു. പിന്നെന്താ? ചെടിയുടെ വളർച്ച മുരടിക്കുന്നു, കിഴങ്ങിൻ്റെ വലുപ്പം കുറയുന്നു. കിഴങ്ങിൻ്റെ വലുപ്പം കുറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താ? വളർച്ച മുരടിക്കും. ആ പ്രാരംഭഘട്ടത്തിൽ ഇലകളിൽ ഇളം മഞ്ഞ നിറമുള്ള പാടുകളാണെങ്കിൽ അത് ക്രമേണ വെള്ളയായിട്ട് മാറും. പിന്നെ തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ, അത് ഫംഗസ്. അതിൻ്റെ രോഗകാരി ഫംഗസാണ്, തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ. അതിൽ ഇളം ഇലകൾ എന്ത് ചെയ്യുന്നു? മഞ്ഞ നിറമാവുന്നു. തളിർത്ത് വരുന്ന ഇലകൾ മഞ്ഞ നിറമാവുന്നു. കൂമ്പ് വാടിയിട്ട് താഴേക്ക് വീണു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, നമ്മുടെ വീട്ടിൻ്റെ തെങ്ങിൻ ചുവട്ടിലൊക്കെ കൂമ്പ് വാടിയിട്ട് താഴേക്ക് വീണിട്ടുണ്ടാവും. അതെന്താ കാരണം? തെങ്ങിൻ്റെ കൂമ്പ് ചീയലാണ്. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. എന്താണ്? കുരുമുളകിൻ്റെ ദ്രുതവാട്ടം. അതിനും കാരണമായിട്ടുള്ള രോഗകാരി ഫംഗസാണ്. അതിൻ്റെ ലക്ഷണം കുരുമുളകിൻ്റെ ഇലകളിലും തണ്ടുകളിലൊക്കെ നനഞ്ഞ പാടുകൾ ഉണ്ടാവും, ഒരു ഈർപ്പം ഉള്ള പോലെ ഉണ്ടാകും. പിന്നെയോ ഇലകൾ കൊഴിഞ്ഞിട്ട് ചെടി പെട്ടെന്ന്, ആ കുരുമുളകിൻ്റെ ചെടി, ആ ഒരു വള്ളി, കുരുമുളകിൻ്റെ ഒരു വള്ളിയാണ് ഉണ്ടാവുക, അത് പെട്ടെന്ന് വാടിപ്പോകും, ഇലകൾ കൊഴിയും. പിന്നെ അതിൻ്റെ ഇലകളിലും തണ്ടുകളിലും നനഞ്ഞ പാടുകൾ ഉണ്ടാവും. സസ്യരോഗങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, സസ്യങ്ങളിലെ പ്രതിരോധം. എന്താണ് സസ്യങ്ങളിലെ പ്രതിരോധം? സസ്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് നോക്കാം. ദൃഢമായിട്ടുള്ള കോശഭിത്തി. എന്താണ്? കോശത്തിൻ്റെ ദൃഢമായിട്ടുള്ള ഭിത്തി എന്ത് ചെയ്യുന്നു? അതൊരു പ്രതിരോധമാണ്. പിന്നെ പുറം തൊലി, ദൃഢമായിട്ടുള്ള പുറം തൊലി. ഇലകളിലും തണ്ടുകളിലുമുള്ള മെഴുകാവരണം മുതലായവ രോഗാണുപ്രവേശനം തടയുന്നു. ദൃഢമായിട്ടുള്ള കോശഭിത്തിയും പുറം തൊലിയും ഇലകളിലും തണ്ടുകളിലൊക്കെയുള്ള മെഴുകില്ലേ, മെഴുകാവരണം, അതൊക്കെ എന്ത് തടയുന്നുണ്ട്? രോഗാണുപ്രവേശനം തടയുന്നുണ്ട്. ആൻറ്റി മൈക്രോബിയൽ പദാർത്ഥങ്ങൾ രോഗാണുക്കളെ കൊല്ലുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്നു. ഈ സസ്യങ്ങളിലുള്ള ആൻറ്റി മൈക്രോബിയൽ പദാർത്ഥങ്ങളുണ്ട്, അത് എന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ കൊല്ലുകയോ അല്ലെങ്കിൽ ആ രോഗാണുക്കളുടെ വളർച്ച തടയുകയോ ചെയ്യുന്നു. പിന്നെ എൻസൈമുകൾ രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കുന്നു. എൻസൈമുകൾ എന്താ ചെയ്യുന്നത്? രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കുന്നു. അതായത് എൻസൈമുകൾ, ഈ സസ്യങ്ങളിലുള്ള എൻസൈമുകൾ രോഗാണുക്കളുടെ കോശഭിത്തി വിഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കോശഭിത്തി നിർവീര്യമാക്കി വിഘടിപ്പിച്ച് കളയുന്നു. രോഗാണുബാധയേറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ച് രോഗം പടരുന്നത് തടയുന്നു. സസ്യങ്ങളിലെ ഒരു പ്രതിരോധ മാർഗം നോക്കുക, രോഗാണുബാധയേറ്റ ഭാഗത്തുള്ള കോശങ്ങൾ, ഒരു രോഗം ബാധിച്ച ഭാഗത്തുള്ള കോശങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ സ്വയം നശിച്ചിട്ട് രോഗം പടരുന്നത് തടയുകയാണ് ചെയ്യുന്നത്. കാരണം അവർ സ്വയം നശിക്കാണ്ട് അവിടെ തന്നെ നിന്ന് അത് മറ്റു കോശങ്ങളിലേക്കും പകർന്നിട്ട് ആ സസ്യം തന്നെ ഇല്ലാതായി പോകും. അതിന് പകരം ആ ഒരു രോഗാണുബാധയേറ്റ ഭാഗത്തെ കോശങ്ങൾ സ്വയം നശിച്ചിട്ട് രോഗം പടരുന്നത് തടയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു സസ്യങ്ങളുടെ രോഗപ്രതിരോധത്തിൽ 2 പോയിന്റും കൂടി നോക്കാണ്ട്, സസ്യത്തിൻ്റെ ഒരു ഭാഗം ആക്രമിക്കപ്പെടുമ്പോൾ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് രോഗബാധയെക്കുറിച്ച് സൂചന നൽകുന്നു. സസ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു രോഗാണു പ്രവേശിച്ചാൽ തന്നെ ആ ഒരു രോഗാണു ബാധയേക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ലേ, ആ ഭാഗത്തുള്ള കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ഭാഗത്തുള്ള കോശങ്ങളിൽ നിന്നു കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക്, മറ്റു കോശങ്ങളിലേക്ക് കൈമാറുക ചെയ്യുന്നത് രോഗബാധയെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. പിന്നെയോ
കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ പ്രവേശിച്ചാൽ, നമ്മൾ പറഞ്ഞു ദൃഢമായിട്ടുള്ള കോശഭിത്തി എന്ത് ചെയ്യുന്നുണ്ട്, രോഗാണു പ്രവേശനം തടയുന്നുണ്ട്. ഇനി ആ കോശഭിത്തിനെയും മറികടന്നിട്ട് രോഗാണുക്കൾ പ്രവേശിച്ചാൽ രോഗാണു വ്യാപനം തടയുന്നതിന് കാലോസ് എന്ന് പറഞ്ഞ പോളിസാക്കറൈഡ് ഉണ്ട്. വേണമെങ്കിൽ ചോദിക്കാം കാലോസിൻ്റെ ധർമ്മം എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അപ്പോൾ എഴുതണം കോശഭിത്തി മറികടന്നിട്ട് രോഗാണുക്കൾ പ്രവേശിച്ചാൽ, നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ രോഗാണു വ്യാപനം തടയുന്നതിന് ആര് ഉണ്ട്, കാലോസ് എന്ന് പറഞ്ഞിട്ട് പോളിസാക്കറൈഡ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പം എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്